കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഒരു സീരീസാണ് ട്രസ്റ്റ് മീ ദ ഫോൾസ് പ്രോഫറ്റ് എന്നത്. ഷോർട്ട് ക്രീക്ക് എന്ന നിഗൂഢമായ ഗ്രാമത്തിൽ നടന്ന ഒരു ഞെട്ടിക്കുന്ന കഥ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസിലൂടെ ലോകം അറിയുകയാണ്. ആളുകളുടെ മതവിശ്വാസത്തെ മറയാക്കി പിഞ്ച് കുഞ്ഞുങ്ങളെ പോലും ലൈംഗിക അടിമകളാക്കിയ ഒരു ക്രൂരനായ ക്രിമിനലിനെ തകർത്തത് ഒരു അണ്ടർ കവർ ഓപ്പറേഷനിലൂടെ ആയിരുന്നു. യൂട്ട അരിസോണ അതിർത്തിയിലെ ഷോർട്ട് ക്രീക്ക് എന്ന ഗ്രാമത്തിൽ നടന്ന ഈ ഞെട്ടിക്കുന്ന കഥയാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ സീരീസിൽ പറയുന്നത്. കടുത്ത അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രമായിരുന്നു ഷോർട്ട് ക്രീക്ക് എന്ന ഗ്രാമം. കടുത്ത യാഥാസ്ഥിതിക വിഭാഗമായ ഒരു കൂട്ടം മതവിശ്വാസികളുടെ താവളമായിരുന്നു അവിടെ. 2011 ഈ മതവിശ്വാസ ഗ്രൂപ്പിന്റെ അന്നത്തെ നേതാവ് വാറൻ ജെഫ്സ് ശിക്ഷിക്കപ്പെട്ടതോടെ അവിടെ നേതാക്കൾ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായി. അപ്പോഴാണ് ആ കൃത്യമായ സമയത്ത് സാമുവൽ റാപ്പിലി ബാറ്റ്മാൻ എന്നയാൾ അവിടേക്ക് കടന്നു വരുന്നത്. ജെഫ്സിന്റെ പിൻഗാമിയാണ് താനെന്നും ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകനാണെന്നും സ്വയം പ്രഖ്യാപിച്ച ബാറ്റ്മാൻ സാമുവലൈറ്റ്സ് എന്ന പേരിൽ സ്വന്തമായ ഒരു ചെറിയ വിഭാഗം തന്നെ സൃഷ്ടിച്ചു. തന്റെ അനുയായികളെ ഭയപ്പെടുത്തിയും സാമ്പത്തികമായി തളർത്തിയും അയാൾ അവരെ തന്റെ അടിമകളെ പോലെയാക്കി മാറ്റി. ഇയാളുടെ അന്ധമായ വിശ്വാസപ്രകാരം കൂടുതൽ ഭാര്യമാരുള്ളത് ദൈവത്തിന്റെ പ്രീതിക്ക് കാരണമാകും എന്നാണ് പറഞ്ഞിരുന്നത്. അയാൾക്ക് 20-ലധികം ഭാര്യമാരും ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ ഈ ഭാര്യമാരിൽ 10ഓളം പേർ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളായിരുന്നു. ചിലർക്ക് വെറും 9 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. വിശ്വാസികളെ നിയന്ത്രിക്കാൻ അയാൾ ക്രൂരമായ രീതികൾ ഉപയോഗിച്ചിരുന്നു. തന്റെ അനുയായികൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷയായി അവർ സ്വന്തം ഭാര്യയെയോ മക്കളെയോ ബാറ്റ്മാന് ഭാര്യമാരായി സമർപ്പിക്കണം. പുറം ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട രീതിയിലായിരുന്നു അവിടുത്തെ പെൺകുട്ടികളെ താമസിപ്പിച്ചിരുന്നത്. പെൺകുട്ടികൾ എപ്പോഴും നിരീക്ഷണത്തിലുമായിരുന്നു. ആ ഗ്രാമത്തിലെ ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസ് എന്നീ 2 വീടുകളിലായിരുന്നു ബാറ്റ്മാന്റെയും ഇരകളുടെയും താമസം. ഇവിടെ നടന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പീഡനങ്ങളായിരുന്നു. എന്നാൽ ഈ ബാറ്റ്മാനെ തകർക്കാനും ഒരാൾ എത്തിയിരുന്നു. ബാറ്റ്മാന്റെ പതനത്തിന് വഴിവെച്ചത് ക്രിസ്ത്യൻ മേരി എന്ന ധീരയായ സ്ത്രീയുടെയും അവരുടെ ഭർത്താവ് ടോൾഗ കത്താസിന്റെയും ഇടപെടലായിരുന്നു. നേരത്തെ സമാനമായ ഒരു പീഡനത്തിന് ഇരയായിരുന്ന ക്രിസ്ത്യൻ മേരി അത്തരം ആക്രമണങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഗവേഷകയായിരുന്നു. 2015 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഷോർട്ട് ക്രീക്കിലെത്തിയ ഈ ദമ്പതികൾ ക്രമേണ ബാറ്റ്മാന്റെ വിശ്വാസം പിടിച്ചുപോയി. തങ്ങൾ ബാറ്റ്മാന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായെന്നും അയാളെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കാൻ താല്പര്യമുണ്ടെന്നും ഇവർ ബാറ്റ്മാനോട് പറഞ്ഞു. സ്വന്തം പ്രശസ്തി ഏറെ ഇഷ്ടമായിരുന്ന ബാറ്റ്മാൻ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് കൂടെ നിർത്തി. എന്നാൽ ക്യാമറകൾക്ക് പിന്നിൽ അവർ ബാറ്റ്മാന്റെ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ ഓരോന്നായി ശേഖരിക്കുകയായിരുന്നു. ബാറ്റ്മാൻ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ലൈംഗിക വൈകൃതങ്ങൾ വിവരിക്കുന്ന ശബ്ദരേഖകൾ ക്രിസ്ത്യൻ മേരി രഹസ്യമായി റെക്കോർഡ് ചെയ്യുകയുമുണ്ടായി. 2022 ഓഗസ്റ്റിൽ നടന്ന ഒരു സംഭവമാണ് ഈ കേസിൽ ഏറെ നിർണായകമായത്. അരിസോണയിലെ റോഡിലൂടെ പോവുകയായിരുന്ന മുകൾ ഭാഗം മൂടിയിട്ട ഒരു ട്രക്കിൽ നിന്ന് കുട്ടികളുടെ വിരലുകൾ പുറത്തേക്ക് നീണ്ടുവരുന്നത് മറ്റ് യാത്രക്കാർ കണ്ടു. അങ്ങനെ പോലീസ് എത്തി ലോറി തുറന്നപ്പോൾ കണ്ടത് ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന 3 പെൺകുട്ടികളെയാണ്. ഈ സംഭവത്തോടെ ബാറ്റ്മാനെതിരെയുള്ള അന്വേഷണം FBI ഏറ്റെടുത്തു. അതോടെ ക്രിസ്ത്യൻ മേരിയും ടോൾഗയും തങ്ങൾ ശേഖരിച്ച 100 കണക്കിന് മണിക്കൂർ ദൈർഘ്യമുള്ള ദൃശ്യങ്ങളും ശബ്ദരേഖകളും എല്ലാം FBIക്ക് കൈമാറുകയും ചെയ്തു. 2022 സെപ്റ്റംബർ 13 ബാറ്റ്മാനെ പിടികൂടാൻ ടോൾഗ ഒരു കെണിയൊരുക്കി. ഡോക്യുമെന്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമുഖം എടുക്കാനാണെന്ന് പറഞ്ഞ് ബാറ്റ്മാനെ ഒരു ഗോഡൌണിലേക്ക് അയാൾ വിളിച്ചു വരുത്തി. അവിടെ ക്യാമറകൾക്ക് മുന്നിൽ ഇരിക്കുന്ന ബാറ്റ്മാനെ പെട്ടെന്ന് കടന്നു വന്ന FBI ഏജന്റുകൾ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. കുട്ടികളെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിക്കൊണ്ടുപോയി എന്നതുൾപ്പെടെ ഗുരുതരമായ നിരവധി കുറ്റങ്ങൾ ബാറ്റ്മാനെതിരെ തെളിയിക്കപ്പെട്ടു. 2024 ഡിസംബർ 9 കോടതി ബാറ്റ്മാനെ 50 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ക്രിസ്ത്യൻ മേരി അന്ന് പറഞ്ഞത് അയാൾക്ക് ഇനിയൊരു പെൺകുട്ടിയെ പോലും പീഡിപ്പിക്കാൻ കഴിയില്ല. ആ പെൺകുട്ടികൾ എല്ലാം ഇപ്പോൾ സുരക്ഷിതരാണ്. എനിക്ക് അതിയായ സന്തോഷം ഉണ്ടെന്നാണ്. മതത്തിന്റെ പേരിൽ ഈ ലോകത്ത് നടക്കുന്ന ചൂഷണങ്ങൾക്ക് കൈയും കണക്കുമില്ല. ദൈവത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ചതിക്കുന്നവരെല്ലാം തന്നെ ഒരു കാലത്ത് പിടിക്കപ്പെടും എന്നതിന്റെ തെളിവാണ് ബാറ്റ്മാൻ എന്ന കൊടും ക്രിമിനലിന്റെ വീഴ്ച.